ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസും അതേപോലെ തന്നെ ഇതെൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ട്രെൻഡിൽ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സസൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ ഓർഡർ ചെയ്തതെല്ലാം ഒന്നിച്ചായിരുന്നു, പക്ഷെ വന്നത് ഫസ്റ്റ് ഈ ഒരു ഡ്രസ്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റ്സൊക്കെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ കാണിക്കുന്ന ഡ്രസ്സ് ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഫുൾ ഡീറ്റെയിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ ശരിക്കും കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ടാണ് ഞാൻ സൈഡിൽ ഇതിൻ്റെ പിക്ചറും കൂടി കൊടുക്കുക. ഇത് നല്ല രസമുണ്ടായിരുന്നു ഒട്ടിച്ച് കാണാൻ. നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇത് ഉണ്ടായിട്ടുണ്ടായത്. ഇതിലിപ്പം 3 പ്രൊഡക്റ്റാണ് ഉള്ളത്, പക്ഷെ വലിയ ബോക്സായിരുന്നു വന്നിട്ടുണ്ടായതും. ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ളത് നല്ലൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന 2 കണ്ടെയ്നേഴ്സും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഗ് സ്റ്റോർ ചെയ്യുന്ന അതും ഉണ്ട് കേട്ടോ ഇതിൽ. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നുള്ളത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു 4 ബോക്സിൻ്റെ സെറ്റാണ്. ഇത് ട്രെൻഡിൽ പർച്ചേസ് ചെയ്യുന്ന സമയം ഞാൻ ഈ ഒരു മെറ്റീരിയൽ അല്ല എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. ഇത് കയ്യിൽ കിട്ടുമ്പം പ്ലാസ്റ്റിക് ആയിരുന്നു. പിക്ചറിലെല്ലാം കണ്ടപ്പം വേറെ മെറ്റീരിയൽ ആയിരിക്കും, പക്ഷെ ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കിച്ചണിലെല്ലാം സ്റ്റോർ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ട്രെൻഡിൽ എനിക്ക് കണ്ടൊരു എന്താ പറയുക, ചില പ്രൊഡക്ട്സിന് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് സൈസ് മാത്രമേ ഉണ്ടാവൂ, ഇടയ്ക്ക് മെറ്റീരിയൽ ഏതാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പം കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നുള്ളതിന് കുറേ ആയി മുട്ട സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടെയ്നേഴ്സോ അങ്ങനെയൊക്കെ നോക്കുന്നുള്ളത്. ചില ടൈം ഈ മുട്ടക്ക് വെക്കാൻ ഒരുപാട് സ്ഥലം വേണം. ഇതാകുമ്പം ചെറിയൊരു സ്പേസിൽ അത്യാവശ്യം ഒരു 30 മുട്ട അങ്ങനെ വെക്കാൻ പറ്റുന്നുള്ള ഒരു സ്റ്റോറേജിൻ്റെ ഒരു സെറ്റായത്. ഇതെനിക്ക് വാങ്ങിച്ചിട്ട് നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ടായി. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സാധനം. ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇനി കാണിക്കുന്നുള്ളത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കുറേ നാളായി ഇത് കാർട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ള 2 മൈൻഡായിട്ടുണ്ടായതാണ്. പിന്നെ ലാസ്റ്റ് ഓഫറിൽ കണ്ടപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സാധനം നല്ല രസമുണ്ട്. നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലും കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷെ ഇട്ടിട്ടെന്തോ അത്ര വിചാരിച്ച ആ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ പ്രൊഡക്റ്റ് അടിപൊളിയാട്ടോ. നല്ല കൊടുത്ത പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായത്. ഇനി അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നവംബർ 24 എൻ്റെ ബർത്ത്ഡേന് വന്ന്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ഡേ പോലെ തന്നെ. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡും വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മന്തി ആക്കിയെന്ന് പറയാൻ പെട്ടെന്നാവും ചെയ്യും. അതുപോലെ തന്നെ രാത്രിക്കും കൂടി കണക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ പിന്നെ പണി അങ്ങ് കഴിഞ്ഞല്ല. അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സൈഡായിട്ട് ഇതിന് മയോണീസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പൊതുവെ ഇതിന് തക്കാളി ചട്നി ഉണ്ടാക്കില്ല. അതിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം മയോണീസും കൂട്ടി കഴിക്കാനാണ്. അപ്പം എനിക്കായതുകൊണ്ട് മയോണീസ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ ടി വിയിലും കണ്ടിട്ടാൽ ഫുഡ് കഴിക്കൽ. ടി വി കാണുമ്പോൾ മോക്ക് നമ്മളെ വീഡിയോസ് പ്ലേ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഒക്കെ കണ്ടിരിക്കും, ചിരിക്കലും ഓളെ ഫോട്ടോയിലും കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അതാ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനി വരാൻ ടൈമുണ്ട്. അപ്പോൾ വിചാരിച്ച് വേഗം കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. കേക്ക് ഇന്ന് ഞാൻ റാഫെല്ലോ ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. പക്ഷേ അൽഹംദുലില്ലാഹ് നല്ലയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഞാൻ വീഡിയോ എടുക്കുമ്പം റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇത് അടിപൊളി ആയെങ്കിൽ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഷോർട്ട് പോലെ അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അടിപൊളിയിലായതുകൊണ്ട് ഏതായാലും റെസിപ്പി ഷെയർ ചെയ്ത് തരാം. ഞാനിവിടെ ഇപ്പം 4 മുട്ടക്കുള്ളതാണ് ആക്കിയെടുക്കുന്നുള്ളത്. ആദ്യം തന്നെ ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. വെള്ളയും മഞ്ഞയും രണ്ടും ഒന്നിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര. ഇത് ഒന്നിച്ചിൽ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച്. ഞാനിപ്പം 2 പ്രാവശ്യമായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത്. മുട്ട ഇതാ നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും, പിന്നെ 1/4 കപ്പ് പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് 3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 3 ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, ഓവർ ബീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റാഫെല്ലാണല്ലോ ചേർക്കുന്നത്, ഇതാണല്ലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസാണ്. ഇനി അതൊന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നുള്ളത്. ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്, അതൊന്ന് അരിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇത് 3 കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ സ്പോഞ്ചിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് മോൾഡിലാണോ ഒഴിക്കുന്നുള്ളത് ആ ഒരു മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിന് ഞാൻ ജസ്റ്റ് താഴെ ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പറും ഇതാ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കല. ആദ്യം തന്നെ ഞാൻ ഓവന് 180 ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ ബേക്കിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് 180 തന്നെ ഒരു 30 മിനിറ്റ്സാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അത് പോരാനിട്ട് ഒരു 10 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് ഒന്ന് ആറിയിടലാന്ന്. ഇത് ആറിയിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മോനെ കൂട്ടാൻ പോയി, അവനിക്കുള്ള ഫുഡ് അവനിക്കുള്ള ഫുഡ് കൊടുത്ത് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിനി. എനിക്ക് ഈ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിച്ച് പിന്നെ അതെടുത്ത് ആറിയിട്ടത് മടക്കലും ഒക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. എന്താണെന്നറിയില്ല, ബാക്കിയൊക്കെ അങ്ങ് സ്മൂത്തായിട്ട് ചെയ്യും. പക്ഷെ ഇത് രണ്ടും ഭയങ്കര മടിയാണ്. പിന്നെ ചെയ്യണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുക്കലാന്ന്. അങ്ങനെ ആ ഡ്രസ്സെല്ലാം ആറിയിട്ട് കഴിഞ്ഞതിന് ശേഷം ആ റൂമൊന്ന് അടിച്ചെടുക്കലാന്ന്. എന്തായാലും പൊടികളുണ്ടാവലുണ്ട്, കുടഞ്ഞിട്ടിടുന്നതാണല്ലോ ഡ്രസ്സ്, അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈം മോള് ബാക്കിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്തിനാണെന്നറിയാം, ഇവിടെ നിൽക്കുന്നത് ഞാൻ അടിച്ചു കൂട്ടിയ കാട്ടത്തിൻ്റെ മുകളിൽ ഓടാൻ വേണ്ടിക്കാണ് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളത്. അങ്ങനെ കേക്ക് ബേക്കായി വന്നിട്ടില്ല, ആവുന്നത്ര. അപ്പോൾ ഈ ഒരു ടൈം വേഗം ക്രീം ആക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ കിച്ചണിലേക്ക് ആദ്യം കയറലാന്ന്. ഇവിടെ ഇപ്പം ഞാൻ ക്രീം എടുത്തിട്ടുള്ളത് അബദ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രീം. ഇതിപ്പം മോന് തലേന്ന് ഐസ് വേണമെന്ന് പറഞ്ഞിട്ട് ആക്കാൻ വേണ്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ക്രീം. അങ്ങനെ പൊട്ടിച്ചപ്പം പിന്നെ ആ ഒരു ബോക്സിൽ തന്നെ വെക്കൽ അത്ര നല്ലതല്ല. അത് ശരിക്കും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ടുള്ളതാണ്. ഇതിപ്പം ഞാൻ ഈ ഒരു കേക്കിന് എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് ക്രീമാണ്. ഇത് കറക്റ്റാണ്. ഈ ഒരു 1.25 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായി
അതിൻ്റെ ഇടയിൽ സ്പോഞ്ചിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രീം ഇതാ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം എനിക്ക് ക്രീം നല്ലോണം ഒന്ന് ആയിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ക്രീം ബീറ്റ് ചെയ്തിട്ട്. ഇത് ഒന്ന് സെറ്റ് ചെയ്യലാന്ന്. ഞാൻ ഭയങ്കരമായിട്ട് കേക്കിൻ്റെ ആളൊന്നുമല്ല, മീൻസ് ഡെക്കറേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. തട്ടിക്കൂട്ടി ഒപ്പിക്കാൻ അറിയാം, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. കേക്ക് കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നല്ലപോലെ തന്നെ സ്പോഞ്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ സ്പോഞ്ചും ക്രീമെല്ലാം വെച്ചിട്ട് ഒന്ന് കേക്കിൻ്റെ രൂപത്തിലാക്കിയെടുക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ ബോർഡിൽ കുറച്ചൊരു ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്, കേക്ക് ഒന്ന് തെന്നിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ സിറപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് പാലിലേക്ക് കുറച്ച് ക്രീമും അതേപോലെ തന്നെ പഞ്ചസാരയും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ക്രീം ആഡ് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സും ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ ഒരുവിധം ഞാൻ ചെയ്തെടുക്കല. എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായി ക്രീം കുറച്ചും കൂടെ ഒന്ന് സ്റ്റിഫായി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ലെവലാക്കി എടുക്കാൻ ഇച്ചിരി ഒന്ന് പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അധികം നല്ല പെർഫെക്റ്റിൽ ആയിട്ടുമില്ല. കുഴപ്പമില്ല, ഇത് നമ്മൾ കഴിക്കാനുള്ളതല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ഒപ്പിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നേരത്തെ അപ്ലൈ ചെയ്യുമ്പം വരുന്ന ക്രീമും അതേപോലെ തന്നെ സിറപ്പെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കലാണ്. ഇനി ഇതിൽ ഞാൻ ഡെക്കറേഷനായിട്ട് കൂടുതൽ പണിയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുകളിലും സൈഡിലെല്ലാം ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കല. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ എന്ന് പറയാൻ പറ്റില്ല തോന്നുന്നു. അങ്ങനെ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ പേട്ടക്ക് എന്നെ കൊണ്ടുതന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആക്കിച്ചെടുത്തിട്ടുള്ളതാണ്. ഫൈസൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ വേണ്ട, നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇങ്ങനത്തെ കാര്യമെല്ലാം ഭയങ്കര ഇഷ്ടം, ഈ ബേക്കിങ്. പക്ഷേ അടിപൊളിയായി വരും, ഇടയ്ക്ക് കൊളായും, അങ്ങനെയാണ്. അപ്പോൾ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈസൽക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യില്ല കട്ട് ചെയ്യാൻ വേണ്ടിക്ക്. അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിക്ക്. ഇനി കുറച്ച് പാത്രമെല്ലാം കഴുകാനുണ്ടായിരുന്നു, ക്രീം ബീറ്റ് ചെയ്തതും പിന്നെ ബേക്ക് ചെയ്തതും ആയിട്ടുള്ള. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കലാണ്. അങ്ങനെ ഇതാ കിച്ചണിലൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഐസ് ആക്കിയിട്ടുണ്ടെന്ന്, അതെടുത്ത് കഴിക്കല. അങ്ങനെ ഇതാ ഒരു വന്ന് ഇനി കേക്ക് കട്ട് ചെയ്യല. കാര്യമായിട്ടുള്ള വലിയ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു സന്തോഷത്തിന് കേക്ക് കട്ട് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ, ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയ്ക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ട്, ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും